ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ ജേർണി വിത്ത് റനായയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ഹോപ്പ് എവറി വൺ ഇസ് ഫൈൻ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ പോവുകയല്ലേ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ പോവുകയാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഈ കാര്യം പറയാറുണ്ട്. നിങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ പോവുകയല്ലേ എന്ന് ചോദിക്കുന്നത് മനസ്സറിഞ്ഞ് തന്നെ ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഒരു റിക്വസ്റ്റ് വന്നതാണ്. ഡ്രസ് കോഡ്, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡ്രസ് കോഡ് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് എന്നോട് ചോദിച്ചിരുന്നു. ഒരു റിക്വസ്റ്റായിട്ട് വന്നതായിരുന്നു, എനിക്ക് കോമൻ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എസ്പെഷ്യലി റിലേറ്റഡ് ടു അവർ ഡ്രസ് കോഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ നൗ ലെറ്റ്സ് വി ക്യാൻ സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ് ഫോർമൽ ആൻഡ് പ്രൊഫഷണൽ ഔട്ട്ഫിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോർമൽ ആൻഡ് പ്രൊഫഷണൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സാരി യൂസ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സൽവാറോ അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാത്ത സാരി മാത്രം യൂസ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ടൈപ്പ് ഓഫ് സാരി, സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ഓഫ് സാരി യൂസ് ചെയ്ത് കഴിവതും കുറച്ച് ന്യൂഡ് ഷെയ്ഡായിട്ടുള്ള സാരീസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ പാർട്ടി വെയറും പട്ടുസാരിയും ഒന്നും അല്ല നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു പ്രൊഫഷണൽ ഒരു ലുക്ക് തോന്നിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ഓഫ് സാരീസ് ആയിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, പിന്നെ അതിനുശേഷം ഇനി നിങ്ങൾ സൽവാർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ പറയും പോലെ ഭയങ്കര കിന്നരിയൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര ഫ്ലോർ മോഡലായിട്ടുള്ള പാർട്ടി വെയർ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഒഴിവാക്കുക. കഴിവതും ഒരു ന്യൂഡ് ഷെയ്ഡ്സിലുള്ള ഒരു 3 പീസ് സെറ്റ് അല്ലെങ്കിൽ 2 പീസ് ആയിട്ടുള്ള സെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾ ഒരു ജീൻസാണ് യൂസ് ചെയ്യുന്നത്, സൽവാർ ടൈപ്പോ അങ്ങനത്തെ യൂസ് ചെയ്യുന്നില്ല, ഒരു ജീൻസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്കിൻ ഫിറ്റ് അല്ലാത്ത റെഗുലർ ഫിറ്റ് ആയിട്ടുള്ള ജീൻസ് യൂസ് ചെയ്ത് ഒരു ക്രോപ്പ് ടോപ്പ് ആവാതെ അല്ലാതെ നോർമൽ സൈസ് ഓഫ് ടോപ്പ് ഉണ്ടല്ലോ, ക്രോപ്പ് ടോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് റെഗുലർ അല്ലാത്ത ഫിറ്റ് ഓഫ് ടോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇനി ക്രോപ്പ് ടോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു വെയർ എ ബ്ലേസർ, ഒരു കോട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കിക്കൊള്ളുക. ബിക്കോസ് കാരണം നമ്മളൊരു പ്രൊഫഷണൽ ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്. അപ്പോൾ സ്ലീവ്ലെസ്സും അങ്ങനെയൊക്കെ ഉള്ള ടൈപ്പ് കഴിവതും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ യൂസ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നാലെ പറയാം. പിന്നെ അതേപോലെ ഇനി ജെൻസ് ആണെന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒരു ജെൻറ്റൽമാൻ സ്റ്റൈലിൽ നമ്മൾ ഇൻഷർട്ടൊക്കെ ചെയ്ത് പാൻസും ടീഷർട്ട് യൂസ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, പാൻസും ഷർട്ടും ഇടുക. ആൻഡ് ഇഫ് യു ഹാവ് എ ബ്ലേസർ, ഒരു കോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ഇറ്റ് റിയലി ഗിവ്സ് എ പ്രൊഫഷണൽ ലുക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അതാണ്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നീറ്റ് ആൻഡ് വെൽ പ്രസ്ഡ് ക്ലോത്ത്സ് ആണ്. അതായത് യുവർ ഔട്ട്ഫിറ്റ് ഷുഡ് ബി ക്ലീൻ, അയൺഡ് ആയിരിക്കണം, നന്നായിട്ട് അയൺ ചെയ്ത ഡ്രസ്സായിരിക്കണം, ആൻഡ് ഫ്രീ ഓഫ് റിങ്കിൾസ്. ഓക്കെ, ചുളിവുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ അയൺ ചെയ്ത് നല്ല പ്രസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളായിരിക്കണം കഴിവതും യൂസ് ചെയ്യാനായിട്ട്. കഴിവതും എന്നുള്ളതല്ല, അങ്ങനെ പോവുക. അല്ലാതെ ഒത്തിരി ചുരുണ്ട് കൂടിയിരിക്കുന്ന ചില ഡ്രസ്സൊക്കെ കാണുമ്പോഴത്തേക്കും എങ്ങനെയില്ല പുട്ടുകുറ്റിക്കകത്തുനിന്ന് വലിച്ചെടുത്ത പോലത്തെ ചുളുക്കുകളുള്ള ഡ്രസ്സുകളൊക്കെ വരും. ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ഇട്ടുകൊണ്ട് പോകരുത് കേട്ടോ. കാരണം അതൊക്കെ കാണുമ്പോഴേ തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കിട്ടുക. ഓക്കെ, ഇപ്പം ഞാൻ എവിടെ ഇൻ്റർവ്യൂറായിട്ടൊന്നും ഇരുന്നിട്ടില്ല, പക്ഷേ ഞാനൊരു ഇൻ്റർവ്യൂറായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചുരുണ്ടുകൂടിയതൊക്കെ ഇട്ട് കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ വിചാരിക്കും ഒന്ന് തേച്ചലക്കി ഇട്ടുകൊണ്ട് വന്നൂടെ എന്ന് എനിക്ക് മനസ്സിൽ തോന്നത്തുള്ളൂ. അപ്പോൾ മിക്കവർക്കും നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുമല്ലേടാ, അപ്പോൾ അല്ലാതെയൊക്കെ നമ്മൾ കാഷ്വലായിട്ട് പോകുന്നതല്ല. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാക്സിമം നമ്മളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവേണം പോകാനായിട്ട്. പ്രത്യേകിച്ച് നമ്മളെ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് ചുളിവൊന്നും ഇല്ലാതെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മിനിമൽ ആക്സസറീസ് ആൻഡ് മേക്കപ്പ് ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ. മിനിമൽ ആക്സസറീസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ആട്ടമുള്ള ജിംക്കയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഗുങ്കുരു കമ്മലുകളോ ഭയങ്കര ഐഷാഡോ വിത്ത് ഗ്ലോസി അങ്ങനെയൊക്കെ ഉള്ള മേക്കപ്പിൽ പോവാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഒരു എന്നാൽ
നീറ്റായിരിക്കുകയും വേണം. ഓഫ് കോഴ്സ് നമുക്ക് കണ്ണെഴുതണം, ലിപ് ഷെയ്ഡ്സ് ഇടണം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ഒരു മിനിമൽ രീതിയിൽ. ഓക്കെ, അല്ലാതെ ഭയങ്കര ഒരു പാർട്ടി വെയർ സ്റ്റൈല് ഇതിനൊന്നിനും കൊടുക്കാതെ ഇരിക്കാം. മിനിമൽ ആക്സസറീസ് ആയിരിക്കണം. പിന്നെ കഴിവതും ഒരു സ്റ്റഡാണ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ജിംക എല്ലാം കൂടി കിടന്ന് ഇങ്ങനെ ആടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒരു ഓക്വേർഡ് ലുക്കായിരിക്കും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഒരു ഫോമൽ ഡ്രസ്സ് ഇടുമ്പോൾ എപ്പോഴും ഒരു ഫോമലായിട്ടുള്ള ആക്സസറീസും മേക്കപ്സും ആയിരിക്കും എപ്പോഴും സ്യൂട്ട് ആവുന്നത്. ഓക്കെ, ഭയങ്കര അതേപോലെ ഇപ്പം നിങ്ങളൊരു നെയിൽ പോളിഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ കറുത്ത നെയിൽ പോളിഷ്, ഭയങ്കര കണ്ണിലടിക്കുന്ന പച്ച ഫ്ലൂറസെൻറ്റ് കളർ നെയിൽ പോളിഷ് അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുക. നെയിൽ പോളിഷ് ഓഫ് കോഴ്സ് യു ക്യാൻ വെയർ നെയിൽ പോളിഷ്, പക്ഷേ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. പിന്നെ ഒരു വാച്ച്, ആ ഒരു വാച്ചൊക്കെ ഇടുമ്പോഴേ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ലുക്കാണല്ലോ. അപ്പോൾ ആ ഒരു വാച്ച് കൊടുക്കുക ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ നേരം. പിന്നെ ഒരു ബേസിക് സട്ടിലായിട്ടുള്ള മേക്കപ്പ് ലുക്ക് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങളൊരു മേക്കപ്പ് യൂസർ ആണെങ്കിൽ ഓഫ് കോഴ്സ് സൺസ്ക്രീനൊക്കെ എല്ലാവരും യൂസ് ചെയ്യും. ഇനി അതല്ല നിങ്ങൾ ഫൗണ്ടേഷൻ, ബേബി ക്രീം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സട്ടിലായിട്ട് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്ന രീതിയിലാവാതെ ഇരിക്കാൻ നോക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആൻഡ് ക്ലോസ്ഡ് ഫുഡ് വെയർ എന്നുള്ളതാണ്. അതായത് വളരെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അതേപോലെ ഷൂസ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫുഡ് വെയർ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഇമാജിനേഷനിൽ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ജീൻസ്, റെഗുലർ ഫിറ്റിലുള്ള ഒരു ജീൻസും അതേപോലെ സപ്പോസ് നിങ്ങളൊരു ജീൻസ് ടോപ്പും ഇടുകയാണ്, ജീൻസ് ആൻഡ് ടോപ്പാണ് യൂസ് ചെയ്യുന്നത്, പ്ലസ് നിങ്ങൾ അതിൻ്റെ പുറത്ത് ഒരു ബ്ലേസർ ഓവർ കോട്ടും ഒക്കെ ഇട്ട് നിങ്ങൾ പോവുകയാണ്. അതിൻ്റെ കൂടെ ഏറ്റവും നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നത് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള ഷൂസ് ആയിരിക്കും ഏറ്റവും നന്നായിട്ട് സ്യൂട്ട് ആവുന്നത്. അല്ലാതെയുള്ള ചെരുപ്പിനേക്കാളും സാൻഡൽസിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഷൂസ് തന്നെയായിരിക്കും. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ സത്യസന്ധമായിട്ട് പറയാമല്ലോ, എൻ്റെ കയ്യിൽ ആ സമയത്ത് ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ആ സമയത്ത് എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഷൂസ് ഒന്നും ഇല്ലായിരുന്നു. ഞാനൊരു റോസ് കളർ ഷൂസായിരുന്നു സത്യസന്ധമാണ് ഇട്ടുകൊണ്ട് പോയത്. ആക്ച്വലി അങ്ങനെ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആക്ച്വലി അത് അത്ര നല്ലതല്ല. ഒരു സ്നീക്കർ പോലത്തതാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സ്നീക്കേഴ്സൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ വേറെ ഷൂസ് ഇല്ലായിരുന്നു. അത് കാരണം ഞാനന്നൊരു റോസ് ഒരു ഷൂസ് ഇട്ടുകൊണ്ടായിരുന്നു പോയിട്ട്, ഒരു സ്നീക്കർ മോഡൽ ഷൂസ് ഇട്ടുകൊണ്ടായിരുന്നു ആക്ച്വലി ഞാൻ പോയത് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് എന്നോട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ഒരു ഫോർമലായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ ഞാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് ബ്ലാക്ക് ഷൂസ് എനിക്ക് ഇല്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് വാങ്ങാനും പറ്റിയില്ല. പെട്ടെന്നായിരുന്നു ഇൻ്റർവ്യൂവിന് കോൾ വന്നത്. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റിയില്ല. ഞാൻ ഉള്ളത് ഇട്ടുകൊണ്ടായിരുന്നു അന്ന് പോയത്. പക്ഷേ ഡ്രസ്സൊക്കെ പക്കായായിരുന്നു. പിന്നെ ഈ ഷൂസ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതിൽ ഏറ്റവും നല്ല കളർ ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ഓർ ബ്രൗൺ ആണ് കേട്ടോ. ഈ സ്നീക്കേഴ്സും അതിനേക്കാളും ബെസ്റ്റ് എപ്പോഴും അതിനായിരിക്കും ഒരു ഫോർമൽ ലുക്ക് തരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ അന്ന് വേറെ ബ്ലാക്ക് ഷൂസ് ഒന്നുമില്ല, പെട്ടെന്ന് വാങ്ങാനും പറ്റിയില്ല. അത് കാരണം ഞാൻ എന്നൊരു റോസ് കളർ ഷൂസായിരുന്നു ഇട്ടുകൊണ്ട് പോയത്. പക്ഷെ അത് ഫോളോ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി അടുത്ത ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗ്രൂംഡ് ഹെയർ ആൻഡ് ഓവറോൾ ക്ലെൻലിനെസ്. ഓക്കെ, നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട്, ചിലരുണ്ട് ഇങ്ങനെ ഭയങ്കര പാറി പറന്ന് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ ഹെയർ ജെല്ലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഓക്കെ, ഒരു ഹെയർ ജെല്ലൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് സ്ലൈഡൊക്കെ വെച്ചൊന്ന് കുത്തി നല്ല വൃത്തിയായിട്ട് വേണം പോകാനായിട്ട്. അതായത് മീൻസ് ഇപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്തൊക്കെ ചെല്ലുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ പന്നം കിരിച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറന്ന് അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. അതിനെയൊക്കെ നല്ലത് വളരെ ടൈ ചെയ്ത് പോകുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അഴിച്ചിട്ടുകൊണ്ട് പോകുന്നതിനേക്കാളും ഇപ്പോൾ ലോങ് ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാനായിട്ട് ഒന്ന് ടൈ ചെയ്ത് ഒരു സ്മോൾ പോണി പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയിരുന്നാൽ അത് കുറച്ചും കൂടി നല്ല ഒരു പ്രൊഫഷണൽ ലുക്കായിരിക്കും. ഇനി നിങ്ങൾക്ക് അതൊന്നും മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് ലൂസ് ഹെയർ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. പിന്നെ നമ്മളൊരു ഇൻ്റർവ്യൂ ബോഡി ചെന്നിരുന്നു കൊണ്ട് ഏത് നേരവും ഇങ്ങനെ ഈ മുടിയിലിട്ട് ഇങ്ങനെ ആക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അതൊക്കെ നമുക്കൊരു ആ ഇൻ്റർവ്യൂവറിനൊരിത് തോന്നും, ആ മുടിക്കകത്താണല്ലോ ഫുൾ കോൺസെൻട്രേഷൻ എന്നുള്ളത്. നമ്മളെപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് പ്രോപ്പർ ഐ കോണ്ടാക്ട് ചെയ്ത് അവരോട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് തോന്നുന്നതിന് തന്നെയാണ് ഒരു പക്ക പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഒരു ഗുഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്, ഒരു ഗുഡ് സ്ട്രോങ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈ ചെയ്തിട്ട് പോയാൽ അത്രയും നല്ലതെന്നുള്ളത്.
ഇനി നിങ്ങൾ ലൂസ് ഹെയർ ഇട്ടാണ് പോകുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ലൂസ് ഹെയർ ഇട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെ നമുക്ക് ലേഡീസിന് പൊതുവേ ഒരിതുള്ളതാണ് ഇങ്ങനെ ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അത് അന്നേരം കാണിക്കാതെ ഇരിക്കുക, നമ്മൾ പന്നീറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ജെൻസ് ആണെന്നുണ്ടെങ്കിലും ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതേപോലെ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് നന്നായിട്ട് പോകുന്നതായിരിക്കും വളരെ ഒരു പ്രൊഫഷണൽ ലുക്ക് തരുന്നത്. താടിയൊക്കെ ട്രിം ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ ഇസ്തിരിപ്പെട്ടി പോലെ ആക്കി വെക്കണം എന്നല്ല, പക്ഷേ ഒന്ന് കണ്ടീഷൻഡ് ആക്കി വെക്കുമെന്ന് പറയുമല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് വൃത്തിയായിട്ട് പോവുക. ഓക്കെ, ഇനി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ക്യാരി എ വെൽ ഓർഗനൈസ്ഡ് ബാഗ് ഓർ ഫോൾഡർ. ഓക്കെ, ഫോൾഡർ എന്ന് ഉദ്ദേശിക്കുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഫയലാണ്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാഗ് വേണം. ആ ബാഗിനകത്ത് എന്തൊക്കെയാണ് ഏതൊക്കെ റോയിൽ എന്താണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് ഒരു ഐഡിയ വേണം. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കീപ് എ ഗുഡ് ഫോൾഡർ. ഓക്കെ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫയൽ, ഓഫീസ് ഫയൽ എന്ന് പറയും അതിനെ. ബോക്സ് ഫയലല്ല, ഓഫീസ് ഫയലുണ്ട്. ഓക്കെ, പിന്നെ ബോക്സ് ഫയലാകുമ്പോൾ ഓപ്പൺ ഇങ്ങനെ ക്ലോസ്ഡ് അല്ല, നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെയുള്ള ഓഫീസ് ഫയലുണ്ട്, ഫുള്ളി ക്ലോസ് ചെയ്തിരിക്കുന്ന ഓഫീസ് ഫയലുണ്ട്. ഞാൻ നോക്കട്ടെ, എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഓഫീസ് ഫയൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെ ആയിരിക്കാം, എന്നിരുന്നാലും ഈ ഫ്രഷേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഓഫീസ് ഫയൽ. ഇതാകുമ്പോൾ ഫുള്ളി ക്ലോസ്ഡ് ആണ് കണ്ടോ. ഒരു സാധനവും നമ്മുടെ കയ്യിൽ മിസ്സായി പോവില്ല. ഇതിനകത്താണ് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഞാൻ വെച്ചിട്ടുള്ളത്. ഡിഗ്രിയുടേത്, PG, B.Ed, ഇതേപോലെ ഇത് സെറ്റിൻ്റെ കിട്ടിയത്, പിന്നെ 10th, +2 എല്ലാ മാർക്ക് ഷീറ്റ്സും പ്ലസ് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാം ഇതിനകത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മളത് ഓർഡറാക്കി അവരെ കാണിക്കുമ്പോൾ നമുക്കത് വളരെ നല്ല യൂസ്ഫുള്ളായിരിക്കും. അവർക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാനും ഈസി ആയിരിക്കും. അതേപോലെ തന്നെ വളരെ യൂസ്ഫുള്ളായിരിക്കും. അതേപോലെ നമ്മളെക്കുറിച്ച് ഒരു നമ്മുടെ കയ്യിൽ നിന്നും ഒന്നും മിസ്സായി പോകത്തില്ല. നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നും നമ്മളെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാഗ്, അല്ലെങ്കിൽ ബാഗ് കൊണ്ടു നടക്കാൻ പാടുള്ള ആൾക്കാർ ഇതേപോലെ ഒരു ഫോൾഡർ കീപ്പ് ചെയ്തേക്കുക. ഞാൻ ഫോൾഡറാണ് കൊണ്ടുപോയത്, കാരണം ചില സമയം ബാഗിനകത്ത് പെട്ടെന്ന് തപ്പുമ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. ചില സമയത്ത് ബാഗിൽ എന്തെങ്കിലും കൈയിടുമ്പോൾ ബർമുഡ ട്രയാങ്കിളിൽ കൈയിടുന്ന പോലെയാണ്, കിട്ടി അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് ഒരു ഫോൾഡർ കീപ്പ് ചെയ്തിരുന്നാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.